ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് നമ്മുടെ കിണറിൻ്റെ പണിയായിരുന്നു കേട്ടോ. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കാണണേ. അപ്പോൾ നമ്മൾ കിണറിൻ്റെ പണി ലാസ്റ്റ് ആയപ്പോൾ തന്നെ ചുമര് പണിക്ക് ആവശ്യമായിട്ടുള്ള കല്ലൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ട് ഇറക്കിയിട്ടില്ല, സ്റ്റെപ്പായിട്ടാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം മുഴുവൻ കൊണ്ടൊന്നും ഇറക്കി വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ളത് മാത്രം കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റത്തെ സ്റ്റെപ്പിനുള്ള കുറച്ച് കല്ലുകൾ 2-3 ട്രിപ്പ് മാത്രം കല്ലുകൾ കൊണ്ടുവന്ന് നമ്മുടെ തറയുടെ മുകളിൽ തന്നെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിൻ്റെ മുകളിൽ നിറയെ പുല്ലൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാട് വെട്ടുന്ന ആളിനെ കൊണ്ടുവന്ന് അതൊക്കെ വെട്ടിയിട്ടു. പിന്നെ നമുക്ക് ചുമരിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതൊക്കെ ഒന്ന് തറയുടെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി മൊത്തത്തിലൊന്ന് തീയിട്ടിട്ട് മൊത്തം ഒന്ന് കരിച്ച് കളയുക ചെയ്തത്. അങ്ങനെ നമ്മൾ കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചുമരിന് ആവശ്യമായിട്ടുള്ള ഫസ്റ്റത്തെ കല്ല് നമ്മുടെ അളവും കാര്യങ്ങളൊക്കെ നോക്കി തൂക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റാക്കി നോക്കിയിട്ട് നമ്മുടെ ഫസ്റ്റ് കല്ല് അങ്ങനെ വെച്ചു. അങ്ങനെ 4 കോർണറിലും ഫസ്റ്റ് ഓരോ കല്ല് വെച്ചിട്ടാണ് കേട്ടോ പണികളൊക്കെ തുടങ്ങിയത്. ആദ്യത്തെ കല്ല് വെക്കുക എന്നുള്ളത് ഒരു സ്പെഷ്യലാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോരോ കല്ലുകളായിട്ട് അങ്ങനെ വെച്ച് ഓരോ വരി 2 വരിയൊക്കെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് സമയമാണ്, അതുകൊണ്ട് തന്നെ നല്ല പ്രയാസപ്പെട്ടിട്ടാണ് അവർ പണി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും നല്ല പണിക്കാരായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്തും ചോദിക്കാനും പറയാനും ഒക്കെ പറ്റുന്ന ആൾക്കാർ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോരോ കല്ലുകളായിട്ട് അങ്ങനെ വെച്ചിട്ട് നമ്മുടെ ചുമരിൻ്റെ പണി അൽഹംദുലില്ലാ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നോക്കാം അല്ലേ.
നമ്മൾ 2-3 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 4 വരി 5 വരിയോളം ആയിട്ടുണ്ടായിരുന്നു. എല്ലാ ഭാഗവും ഒരുപോലെ ആയപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ കട്ടില വെക്കലാണ്. അടുത്ത സ്റ്റെപ്പ് അതാണല്ലോ. ഫ്രണ്ട് ഡോറിൻ്റെ കട്ടില, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റൂമുകളുടെ കട്ടില എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം കുറച്ചും കൂടി ഹൈറ്റ് ആക്കിയപ്പോഴാണ് ജനാലകളുടെയൊക്കെ കട്ടിലുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരോ ദിവസങ്ങളിലായിട്ട് ഏകദേശം 10 ദിവസം കൊണ്ട് തന്നെ നമ്മൾ സൺസൈഡിൻ്റെ വാർപ്പിലേക്ക് എത്തിച്ചു. ഈ 2 പണിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പണിയെടുക്കുന്ന ആളും ഒരാൾ കയ്യാളുമായിട്ട്. ഇവർ 2 പേരും നിന്നുകൊണ്ടാണ് നമുക്ക് ഏകദേശം 10 ദിവസം കൊണ്ട് സൺസൈഡ് വാർപ്പിലേക്ക് എത്തിച്ചത്. കട്ടിൽ വെക്കുന്ന ദിവസം നമുക്ക് എന്താ പറയുക, ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ഒരു ലെങ്തി വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ നിന്നൊക്കെ ഈ വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഈ വീഡിയോ കാണാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും നമുക്ക് അറിയാനും നമുക്കത് ഓർക്കാനും ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഫോണിലെ മെമ്മറിയൊക്കെ ഫുള്ളാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കുറേ മിസ്സായി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ മിസ്സായി പോകാതിരിക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്നും അത് കാണാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് സ്വീകരിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് ഫ്രണ്ട് ഡോറിൻ്റെ കട്ടിലാണ് കേട്ടോ വെക്കുന്നത്. അത് ഇരുമ്പിൻ്റെ കട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരു സിംഗിൾ ജനലും കൂടി അറ്റാച്ച്ഡ് ആയിരുന്നു. അതെല്ലാം കൂടി ഒന്നിച്ചിട്ടുള്ളതാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ഇരുമ്പിൽ ചെയ്യാമെന്നുള്ള കൺസെപ്റ്റോട് കൂടിയാണ് നമ്മൾ പണി തുടങ്ങുന്നതിന് മുൻപേ അത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ബലം കിട്ടുമല്ലോ. കോൺക്രീറ്റ് കട്ടിലൊക്കെ ആകുമ്പോൾ അത് കുറേ കഴിയുമ്പോൾ ദ്രവിച്ചു പോയാലും ഇരുമ്പിന് യാതൊരുവിധ കോട്ടവും വരില്ല എന്നുള്ളതൊക്കെയാണല്ലോ എല്ലാവരും പറയുക. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് ഡോറിനുള്ള കട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മട്ടിയൊക്കെ വിരിച്ച് അതിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ കട്ടില വെക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ കട്ടിലൊക്കെ പൊക്കി അവിടെ വെച്ചിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പോരാത്തതിന് അതിൻ്റെ ഉള്ളിൽ ഒരു കോൺക്രീറ്റും നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ കട്ടിലയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചും കൂടി സ്പീഡായിട്ടോ വർക്ക്. റൂമുകളുടെ കട്ടില, അതേപോലെ ബാക്ക് ഡോറിനുള്ള കട്ടില, ഫ്രണ്ട് ഡോറിൻ്റെയും അങ്ങനെ എല്ലാ ഭാഗത്തുള്ള കട്ടിലകൾ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി സ്പീഡപ്പായിട്ട് അവർക്ക് ചുമരുകളിലൊക്കെ തിരിക്കാനും റൂമുകളുടെയൊക്കെ ചുമരുകളൊക്കെ തിരിച്ച് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ ഭാഗത്തേത് ബാത്റൂമിൻ്റെ സെക്ഷനും റൂമിൻ്റെ സെക്ഷനും കോലായി, അതേപോലെ തന്നെ സിറ്റ് ഔട്ട്, അങ്ങനെ എല്ലാം തരംതിരിച്ച് വർക്ക് പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 10 ദിവസമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് സൺസൈഡിൻ്റെ വാർപ്പിലേക്ക് എത്തി. ഇതിപ്പോൾ ജനൽ കട്ടില വെക്കുകയാണ്. ഏകദേശം 5-6 വരിയൊക്കെ വെച്ച് 6-7 വരിയൊക്കെ വെച്ചതിന് ശേഷമാണ് ജനൽ കട്ടിലിൻ്റെ
ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ജനൽ കട്ടിലും കൂടി വെച്ചപ്പോൾ കുറച്ചുകൂടി അവർക്ക് എളുപ്പമായി. കാരണം എന്താ വെച്ചാൽ ഓരോ ഗ്യാപ്പുകളൊക്കെ തിരിച്ച് ഫില്ല് ചെയ്യാനും അതേപോലെ തന്നെ കോർണറുകളൊക്കെ തിരിക്കാനൊക്കെ വളരെ പെട്ടെന്ന് പറ്റുമല്ലോ ജനലുകൾ വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നല്ലൊരു സ്പീഡപ്പായിട്ട് പിന്നീടാണ്, അതായത് കട്ടിലകളും ജനലിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അത് വെച്ചതിന് ശേഷം കുറച്ചും കൂടിയും എളുപ്പത്തിൽ ചുമര് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ ജനലിൻ്റെ കോർണറുകളൊക്കെ തിരിച്ച് അവർ പെട്ടെന്ന് തന്നെ വർക്ക് നടന്നു കേട്ടോ. ഏകദേശം സൺസൈഡിൻ്റെ അവിടേക്ക് എത്താറായപ്പോൾ കണ്ടോ, ജനലിനോടൊപ്പം തന്നെയാണല്ലോ സൺസൈഡ് ഉണ്ടാവുക. അപ്പോൾ പിന്നീട് സൺസൈഡിൻ്റെ വർക്കായിരുന്നു. ഓരോ ഭാഗം ചുമരുകളൊക്കെ ഒപ്പം എത്താനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെയാണ് 2 ദിവസം കൊണ്ട് പിന്നെ തീർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കിന് പിന്നെ അടുത്തത് സൺസൈഡിൻ്റെ വാർപ്പായിരുന്നു. പിന്നെ നമ്മുടെ നനയ്ക്കൽ പ്രക്രിയയാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരവും നമ്മൾ നന്നായിട്ട് നനച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ കടുത്ത വേനലായിരുന്നല്ലോ. നമ്മൾ ഏപ്രിൽ സമയത്തൊക്കെയാണ് ഈ ചുമരിൻ്റെയൊക്കെ പണി നടന്നിട്ടുണ്ടായിരുന്നത്. വേനൽ മഴ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ നല്ല ചൂടും നല്ല വെയിലും ഉണ്ടായിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെയും വൈകുന്നേരവും പറഞ്ഞ പോലെ നന്നായിട്ട് നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നന്നായിട്ട് നനച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് വെയിലിൻ്റെ ചൂട്, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നനയ്ക്കുന്നതാണല്ലോ നമ്മുടെ ചുമരുകൾക്കൊക്കെ ഉറപ്പ് നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ നമുക്ക് പോകാനും വരാനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും നല്ലൊരു ഹെൽപ്പ് തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ നമ്മുടെ ചുമരിൻ്റെ പണിയൊക്കെ ഏകദേശമൊക്കെ ആയി തുടങ്ങി. പിന്നെ അതിനുശേഷം നമ്മുടെ സൺസൈഡിനുള്ള മുട്ടും പലക അടിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് 2-3-4 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ. പിന്നെ അതിനുശേഷം അത് 2 ദിവസം വേണ്ടി വന്നു അതിൻ്റെ പലകയൊക്കെ അടിച്ച് തീർന്ന് വാർപ്പും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ വാർപ്പൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രണ്ടിൽ കറണ്ട് കണക്ഷനുള്ള ഷെഡിൻ്റെ പണി കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ പണിക്കാർ തന്നെയാണ് അതും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെയിലി ഒരു 4 മണിയാകുമ്പോൾ ചുമര് പണി അവർ നിർത്തിയിട്ട് തൊട്ടിപ്പുറത്തുള്ള ഷെഡിൻ്റെ പണിക്കുള്ള ചുമര് അവർ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഇതിനോടൊപ്പം തന്നെ അതും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ സൺസൈഡ് വാർപ്പിൻ്റെ അവിടേക്ക് എത്തി തുടങ്ങി കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേപോലെ 7 അടി പൊക്കത്തിൽ ചുമര് കെട്ടി. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ സൺസൈഡിനുള്ള മുട്ടും പലക അടിക്കലും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുള്ള മെറ്റീരിയൽസൊക്കെ അതിനൊപ്പം തന്നെ നമ്മൾ എത്തിച്ചു. വാർപ്പിനുള്ള ആൾക്കാരെയൊക്കെ സെറ്റാക്കി. നനയ്ക്കൽ ഇങ്ങനെ ഡെയിലി തുടർന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കിണറുണ്ടായിരുന്നതുകൊണ്ട് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റേ കിണറിൻ്റെ പണി ചെയ്യാനുള്ള കാര്യം അതായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേനൽക്കാലമല്ലേ, വെള്ളത്തിൻ്റെ കാര്യത്തിന് ആരെയും ആശ്രയിക്കാൻ പറ്റില്ല. കാരണം എല്ലാം നമ്മുടെ പാലക്കാടാണ്, അറിയാമല്ലോ. മലമ്പുഴ വെള്ളമാണ് എല്ലാവരെയും പൊതുവായിട്ടുള്ള ആശ്രയ കേന്ദ്രം. പക്ഷെ നമ്മൾ കിണർ കുഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായില്ല. സദാസമയം വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ കറണ്ട് കണക്ഷൻ കൂടി കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് മോട്ടറും വെച്ചു. അതിനുശേഷം നമ്മൾക്ക് സൺസൈഡ് വാർപ്പിനുള്ള എല്ലാ സംഭവങ്ങളും കൊണ്ടുവന്നു കേട്ടോ. മുട്ടും പലക അടിക്കാനുള്ള സംഭവങ്ങളും കമ്പി കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. പിന്നെ അത് കട്ട് ചെയ്യലും അത് മുട്ടും പലക അടിക്കലൊക്കെ 2 ദിവസം കൊണ്ടാണ് കേട്ടോ തീർന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് അത് തീർത്ത് 3-ാമത്തെ 4-ാമത്തെ ദിവസമായിട്ടാണ് നമ്മൾ സൺസൈഡ് വാർപ്പിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയത്.
മെറ്റീരിയൽസൊക്കെ സദാസമയത്ത് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്കുണ്ടായില്ല. അതിന് പറ്റിയ ഒരാളെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. ടിപ്പറിന് എം സാൻഡിന് ആയിക്കോട്ടെ, കല്ല്, അതേപോലെ തന്നെ ജെല്ലി, അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ പറയുമ്പോഴേക്കിനും കൊണ്ടുവന്ന് തരാൻ നമുക്ക് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാ തരത്തിലും എല്ലാം കൊണ്ടും പടച്ചവൻ അനുഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു കേട്ടോ. ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പണി നിർത്തിവെക്കേണ്ട അവസ്ഥ വരുമെന്ന് പോലും ചിന്തിച്ചിരുന്ന സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു ഇടതടവില്ലാതെ എല്ലാം എത്തിച്ചു തന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. മാനസിക സംഘർഷങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാം അതിനനുസരിച്ച് നീങ്ങി. ഒരു ഭാഗത്തും ഒരു തടസ്സങ്ങളും ഇല്ലാതെ എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉടയവൻ അനുഗ്രഹിച്ച് തന്നു. അങ്ങനെ നമ്മൾ മുട്ടും പലയൊക്കെ അടിച്ചു കഴിഞ്ഞു. മുട്ടും പലയൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വാർപ്പിനുള്ളൊരു ദിവസമാണ് നമ്മൾ നോക്കിയത്. വാർപ്പിനുള്ള ദിവസം പണിക്കാരെല്ലാവരും ഒരുമിച്ച് വേണമല്ലോ. അപ്പോൾ അവർക്ക് കൂടുതൽ ആളുകൾ വേണം. അതേപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്ന പ്രക്രിയയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള ആൾക്കാരെയൊക്കെ സജ്ജീകരിച്ച് അവരൊരു ദിവസം നമ്മളോട് പറഞ്ഞു. നമുക്കത് കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം വാർപ്പിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അന്ന് അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, അതുകൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. നമ്മളെല്ലാ വാർപ്പിനും സാധാരണ നമ്മൾ പണിക്കാർക്ക് കൊടുക്കുന്ന പോലെ രാവിലത്തെ ഫുഡും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് വാർപ്പ് കഴിഞ്ഞ് അവരിറങ്ങിയ ശേഷം അവർക്ക് നല്ല ഹെവി ഫുഡും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സൺസൈഡ് വാർപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വാർപ്പിൻ്റെ വിശേഷങ്ങൾ കാണാം. സൺസൈഡിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അതിൻ്റെ മുകളിലേക്കൊരു 4 വരി ചുമരും കൂടി കെട്ടി. പിന്നെ അതിന് ശേഷം മെയിൻ വാർപ്പിനുള്ള പരിപാടിയായിരുന്നു. ചുമരിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ വാർപ്പിനുള്ള പലകയും അതേപോലെ തന്നെ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം ഷീറ്റാണല്ലോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം താഴെ മുട്ടൊക്കെ അടിച്ച് അതിൻ്റെ മുകളിൽ പലകയൊക്കെ സെറ്റ് ചെയ്ത്, പലകയല്ല ഷീറ്റാണ് കേട്ടോ, ഇരുമ്പിൻ്റെ ഷീറ്റുകളാണ്, നല്ല ഹെവി ആയിട്ടുള്ള സാധനമാണിത്. പിന്നെ അതിൽ തികയാത്തോടത്ത് മാത്രമാണ് ചെറിയ പലകകളും കാര്യങ്ങളൊക്കെ പാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം മെയിൻ വാർപ്പിനുള്ള വരെ എത്തിയിട്ടുണ്ടായിരുന്നു. മെയിൻ വാർപ്പിൻ്റെ മുട്ടും ഷീറ്റുകളെല്ലാം അടിച്ചു കഴിഞ്ഞ് മെയിൻ വാർപ്പിൻ്റെ ദിവസമാണ് ഇട്ടത്. മെയിൻ വാർപ്പിൻ്റെ ദിവസം താഴെ വലിയ ഹെവി ആയിട്ടുള്ള കോൺക്രീറ്റ് മിക്സർ കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഈ ഗോവണി വെച്ചിട്ട് മുകളിലേക്ക് സംഭവം കയറ്റുമായിരുന്നു. അങ്ങനെ മുകളിൽ ഈ ഗോവണിയിൽ കൂടെ റെയിൽ ചെയ്ത് അത് മേലേക്ക് കയറ്റി അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് അവിടെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ വാർപ്പിൻ്റെ ദിവസം കുറേ പണിക്കാരുണ്ടായിരുന്നു, ഏകദേശം 10-17 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു മിക്സ് ചെയ്യാനും അതേപോലെ തന്നെ കോൺക്രീറ്റ് ഇടുന്നിടത്തും. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോരുത്തരാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒടുവിൽ നമ്മുടെ പരിപാടിയൊക്കെ അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോൺക്രീറ്റ് ഓരോ സൈഡിലായിട്ട് അങ്ങനെ കൊണ്ടുവന്ന് കൊട്ടി അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊണ്ടുവന്ന് എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിച്ച്
ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്ത് എയറൊന്നും കിടക്കാത്ത രീതിയിൽ കമ്പി കൊണ്ടെല്ലാം കുത്തി, പിന്നെ എയറിനുള്ളൊരു മെഷീനറി അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് എല്ലാ ഭാഗത്തും അവർ എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കോൺക്രീറ്റ് മിക്സറിൽ സംഭവം മിക്സ് ചെയ്ത് താഴെ റെയിലിലേക്ക് റെയിലിലൂടെ അവരുടെ തന്നെ കോൺക്രീറ്റ് മിക്സ് കൊണ്ടുപോകാനും വരാനുള്ളൊരു സൈസ് ഒരു പാത്രം, അത് ഇങ്ങനെ ആ റെയിലിലൂടെ മേലേക്ക് തനിയെ കയറുന്നു, അതവിടെ കൊണ്ടുപോയി കൊട്ടുന്നു, അതവിടെ തന്നെ പരത്തുന്നതുണ്ട്. ആ പാത്രം കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടുന്ന് മിക്സ് പോയിട്ട് അതിലേക്ക് കൊട്ടിക്കൊടുക്കും. അങ്ങനെ നല്ല രസകരമായിട്ടുണ്ടായിരുന്നു സംഭവമൊക്കെ. അടിപൊളിയായിട്ട് തന്നെ അത് സംഭവം നല്ല നീറ്റായിട്ട് ചെയ്യണമുണ്ട്. അങ്ങനെ ഏകദേശം പരിപാടികളൊക്കെ ഇങ്ങനെ ഓൺ ദ വേ ആണ്. അങ്ങനെ നടക്കട്ടെ. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഫില്ല് ചെയ്യണമല്ലോ, എയർ ബബിൾസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാം നീറ്റാക്കിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.